Hello, my dear viewers. Welcome to my channel, Trip to My Garden. First of all, wishing a happy Christmas to all my subscribers and viewers. In today's video, we are looking about different types of hibiscus flowers that bloomed in my terrace garden. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം പലതരത്തിലുള്ള ഹിബിസ്കസ് പ്ലാന്റ്സിനെയും അതിൻ്റെ ഫ്ലവേഴ്സിനെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. എൻ്റെ ടെറസ് ഗാർഡനിൽ ഒരു 10-20 വെറൈറ്റി ഹിബിസ്കസ് പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഫ്ലവർ ചെയ്തതിൻ്റെ മാത്രമുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഇപ്പോൾ ചെയ്യുന്നത്. ഫ്ലവർ ചെയ്യാത്ത കുറച്ച് വെറൈറ്റീസും ഉണ്ട്. അതെപ്പോൾ ഫ്ലവർ ചെയ്യുന്നു അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഈ വീഡിയോയിലുള്ള എല്ലാ ഹിബിസ്കസ് വെറൈറ്റിയുടെയും പേരുകളൊന്നും അറിയില്ലെങ്കിലും ഈ ക്ലിപ്പുകൾ കാണുമ്പോൾ നമുക്കതിൻ്റെ ഡിഫറൻസുകൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. ചിലതൊക്കെ മൾട്ടി പെറ്റലാണ്, ചിലത് സിംഗിൾ പെറ്റലാണ്, ചിലതിൻ്റെ പിസ്റ്റലിനും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടതാണ് ഫസ്റ്റ് വെറൈറ്റി. ഇത് നല്ല ഓറഞ്ച് കളറിലുള്ള ഒരു ഫ്ലവറാണ്, മൾട്ടി പെറ്റലാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബിഗ് സൈസിലുള്ളൊരു ഫ്ലവറാണ്, വളരെ മനോഹരമായ ഫ്ലവറാണ്. ഇതാണ് രണ്ടാമത്തെ വെറൈറ്റി. അതും വളരെ വലിപ്പത്തിലുള്ള പൂവാണ്, പക്ഷേ സിംഗിൾ പെറ്റൽ ഫ്ലവറാണ്. നമ്മൾ ആദ്യം കണ്ട മൾട്ടി പെറ്റലായിരുന്നു, ഇത് സിംഗിൾ പെറ്റലാണ്. ഇനി അതിൻ്റെ പിസ്റ്റലുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിൻ്റെ പൂമ്പൊടി ഇരിക്കുന്നത് കണ്ടോ? ആദ്യം കണ്ട ഫ്ലവറിൽ നിന്നും ഇതിൻ്റെ പിസ്റ്റലിന് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അത് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാലാണ് മനസ്സിലാവുന്നത്. ഇതിന് 5 പെറ്റൽസ് ഉള്ള ഒരു ഹിബിസ്കസ് ആണ്. സാധാരണ 5 പെറ്റൽസാണ് ഉണ്ടാകാറുള്ളത് അല്ലേ. ഇനി മൂന്നാമത്തെ വെറൈറ്റി കണ്ടില്ലേ, ഇത് നമുക്ക് കോമൺ ആയിട്ട് എല്ലാ വീടുകളിലും കാണുന്ന വെറൈറ്റി തന്നെയാണ്. പക്ഷേ അതൊരു മൾട്ടി പെറ്റൽ ഫ്ലവറാണ്. നല്ല പീച്ച് കളറിലുള്ള ഒരു ഫ്ലവറാണ്. അതിനൊരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് സൈഡിലെ ഒരു റോയിൽ 5 പെറ്റൽസും അതിൽ നിന്ന് ഒരു പിസ്റ്റലിൻ്റെ ഒരു ഭാഗം പോലെ ഇങ്ങനെ സ്റ്റോക്ക് പോലെ വന്നിട്ടാണ് അതിൻ്റെ എഡ്ജിൽ ഒരു ബഞ്ച് പോലെ കുറച്ച് പെറ്റൽസും വന്നിട്ട് ഒരു ഫ്ലവർ. ഈ പൂവിൻ്റെ സെൻറ്ററിലൊരു റെഡ് കളറും കൂടെ വന്നിട്ടുണ്ട്. അത് വളരെ ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. ഒരു കോമൺ വെറൈറ്റി ഹിബിസ്കസ് ആണ്. മഞ്ഞ കലർന്ന ഒരു ക്രീം കളറും സെൻറ്ററിലായിട്ടൊരു റെഡ് പാച്ചും നമുക്ക് കാണാൻ കഴിയും. പിസ്റ്റലിനൊരു ക്രീം കളറാണ് ഇതിൽ. മറ്റുള്ളതിലൊക്കെ നമ്മൾ കണ്ടപ്പോൾ യെല്ലോയും റെഡും കൂടെയാണ് പിസ്റ്റലിന് കണ്ടിരുന്നത്. അതൊരു ഡിഫറൻസാണ്. ഇതാണ് എൻ്റെ ഗാർഡനിലുള്ള 5ാമത്തെ വെറൈറ്റി ഹിബിസ്കസ്. ഇതിന് നല്ല ഭംഗിയുള്ള ഒരു കളറാണ്, ഒരു ലാവൻഡർ കളറാണ്. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു റെഡ് പാച്ച് ഉണ്ട്. പിസ്റ്റലിന് ഒരു വൈറ്റ് ഷെയ്ഡാണ്, വൈറ്റ് കളറാണ് പിസ്റ്റൽ ഫുള്ളായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഒരു വ്യത്യാസം തന്നെയാണ്. ഇതിൻ്റെ പേരാണ് റോസ് ഓഫ് ഷാരൺ. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം ഹിബിസ്കസ് സിറിയാക്കസ് എന്നാണ്, ഫാമിലി മാൽവേസിയെ. ഇത് സൗത്ത് കൊറിയയുടെ നാഷണൽ ഫ്ലവറാണ്. അതുകൊണ്ട് ഇതിനെ കൊറിയൻ ഹിബിസ്കസ് എന്നും അറിയാറുണ്ട്. റോസ് മാലോ, ഷ്രബ് ആൽത്തിയ എന്നൊക്കെ പേരുകളിലും ഈ ഫ്ലവർ അറിയപ്പെടാറുണ്ട്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ ഈസിയാണ്. സ്റ്റെം കട്ടിങ് വഴി ഈസി ആയിട്ട് ഈ പ്ലാന്റിനെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഇതൊരു മിനി ഹിബിസ്കസ് പ്ലാന്റ് ആണ്. അപ്പോൾ ചെറിയ പൂക്കളാണ്. അപ്പോൾ ഈ പൂക്കൾ നല്ല രസമാണ് വിരിഞ്ഞ് നിൽക്കുമ്പോഴേ. കുഞ്ഞു പൂക്കളാണ്. അപ്പോൾ ആ പ്ലാന്റിൽ ഈ കുഞ്ഞു പൂക്കളും കൂടെ നിറഞ്ഞ് വിരിയുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ആ പ്ലാന്റിനുള്ളത്. സാധാരണ നമ്മൾ കാണുന്ന ഒരു ചെമ്പരത്തി കോമൺ വെറൈറ്റി ഉണ്ടല്ലോ റെഡ് കളറിൻ്റെ, അതുപോലെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ കുറച്ച് ചെറിയ സൈസും, അത്ര റെഡല്ല. പെറ്റലിന് കുറച്ചുകൂടി കട്ടിയുള്ളതായിട്ട് തോന്നുന്ന ഒരു പെറ്റലാണ്. മറ്റ് സാധാരണ വെറൈറ്റി ആണെങ്കിൽ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള പെറ്റലാണ് നമ്മൾ സാധാരണ റെഡ് കളർ കോമൺ വെറൈറ്റിയിൽ കാണുന്നത്. അപ്പോൾ ഈ വെറൈറ്റി വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഇതാണ് 7ാമത്തെ വെറൈറ്റി ഹിബിസ്കസ്. ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് കേട്ടോ. അത്ര വലിയ സൈസിലുള്ള ഫ്ലവറല്ല, എന്നാലൊരു മീഡിയം സൈസാണ്. നല്ല റെഡ് കളറാണ്, കുറച്ച് തിക്കായിട്ടുള്ള പെറ്റലാണ്. നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി തന്നെയാണ്. സാധാരണ നമ്മൾ കാണുന്ന റെഡ് കളറിലുള്ള കോമൺ വെറൈറ്റി പോലെയുള്ളതല്ല. അപ്പോൾ അത് അടുത്ത് നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും കുറച്ച് ഡിഫറൻസ് ഉള്ള ഒരു വെറൈറ്റിയാണ്. അതിൻ്റെ ലീഫ് കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും. ഇതാണ് 8ാമത്തെ വെറൈറ്റി. അതൊരു റെഡും ഒരു ഓറഞ്ചും കൂടെ ചേർന്നൊരു കളറാണ്. സിംഗിൾ പെറ്റലാണ്, 5 പെറ്റൽസ് തന്നെ ഉണ്ട്. പക്ഷെ വലിയ ഫ്ലവറാണ്, ഒരു ഷോയി ബിഗ് സൈസ് ഫ്ലവറാണ്. നല്ല പൂക്കളാണ് കേട്ടോ. ഈ വെറൈറ്റിയാണ് അടുത്തത്. ഇതിന് ഒരു റെഡും ഓറഞ്ചും ചേർന്ന കളറാണ്. പിന്നെ ഇതിന് മറ്റു പൂക്കളിൽ നിന്നുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു യെല്ലോ ലൈൻസ്, ആ ഫ്ലവറിൻ്റെ പെറ്റലിൻ്റെ ആ സെൻറ്റർ ഭാഗത്ത് നിന്ന് എഡ്ജ് വരെ വരുന്ന യെല്ലോ ലൈൻസ് ഉണ്ട്.
ഈ യെല്ലോ ലൈൻസ് ഈ പൂക്കൾക്ക് ഒരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ട്, മറ്റു പൂക്കളിൽ നിന്നും വ്യത്യസ്തവുമാകുന്നു. ഇനി നമുക്ക് അടുത്ത വെറൈറ്റി നോക്കാം. ഇതാണ് എൻ്റെ ഗാർഡനിലുള്ള അടുത്തൊരു വെറൈറ്റി. ഇതും വളരെ മനോഹരമായ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. അപ്പോൾ സൈഡിൽ ലൈറ്റ് പിങ്ക് കളറും സെൻറ്ററിലേക്ക് വരുമ്പോൾ ഡീപ്പായിട്ടുള്ള പിങ്ക് കളറും ഉണ്ട്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഈ ഫ്ലവർ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര ഭംഗിയാണല്ലേ ആ പൂക്കൾ. അപ്പോൾ ഇതിൽ നല്ല നിറയെ ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റി തന്നെയാണ്. നല്ല ഫ്ലവറിങ് ആയിട്ടുള്ള ഒരു വെറൈറ്റി. ഇതിൻ്റെ സ്റ്റിഗ്മ ഒരു ലൈറ്റ് ഓറഞ്ച് കളറാണ്. മറ്റ് ചിലതിലൊക്കെ നല്ല റെഡ് കളറായിരിക്കും, ചിലതിലൊക്കെ വൈറ്റുമായി നമ്മൾ കണ്ടിട്ടുണ്ട് ചില വെറൈറ്റികളിലൊക്കെ. അപ്പോൾ ഇത് ഒരു ഓറഞ്ച് ഷെയ്ഡിലാണ് ഇതിൻ്റെ സ്റ്റിഗ്മ ഉള്ളത്. സ്റ്റിഗ്മയുടെ ഭാഗത്താണ് പോളൻ ഗ്രെയിൻസൊക്കെ റിസീവ് ചെയ്യുന്ന സ്ഥലം. സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി ഇതെല്ലാം ചേർന്ന ഫുൾ യൂണിറ്റിനാണ് പിസ്റ്റൽ എന്ന് പറയുന്നത്. അടുത്ത വെറൈറ്റി ഈ ഒരു യെല്ലോ ഹിബിസ്കസ് ആണ്. ഇതൊരു നാടൻ വെറൈറ്റിയാണ്. ഞാൻ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ നിന്നാണ് ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് ഈ ചെടിയെ പിടിപ്പിച്ചെടുത്തത്. അതും നല്ലൊരു വെറൈറ്റി തന്നെയാണ്. ഇത് ഒരു ലൈറ്റ് കളറിലുള്ള യെല്ലോ ഹിബിസ്കസ്. വളരെ ഭംഗിയാണ് ഇത് കാണാൻ. മൾട്ടി പെറ്റൽ ഫ്ലവറാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റിയാണ് ഈ യെല്ലോ. ചില പൂക്കൾ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളേ ഉണ്ടാവുള്ളൂ. ഇതും അതുപോലെ ഒരു ചെറിയ വ്യത്യാസത്തിലുള്ള ഒരു ഫ്ലവർ തന്നെയാണ്. റെഡാണോ ഒരു ബ്രൈറ്റ് പിങ്ക് ആണോ എന്നൊക്കെ നമുക്കൊരു സംശയം തോന്നുന്ന തരത്തിലുള്ള ഒരു സിംഗിൾ പെറ്റലായിട്ടുള്ള നല്ലൊരു ഹിബിസ്കസ് വെറൈറ്റിയാണ്. അപ്പോൾ നമുക്ക് വെറൈറ്റീസ് കളക്ട് ചെയ്യുമ്പോൾ, നമ്മൾ ഇതെല്ലാം കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച് ഫ്ലവർ ചെയ്ത് നിൽക്കുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ നല്ല വെറൈറ്റികളാണ്. ഇതിൻ്റെ കളക്ഷൻ ഹോബിയൊക്കെ ആയിട്ടുള്ളവർക്ക് ഇത് വളരെ നല്ലൊരു വെറൈറ്റി തന്നെയാണ് ഈ ഹിബിസ്കസ്. ഈ വെറൈറ്റിക്ക് മഞ്ഞയും ഒരു ലൈറ്റ് ഓറഞ്ചും കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഉള്ള ഒരു കളറാണ്. അപ്പോൾ ഭംഗിയുള്ളൊരു കളറാണ്. അതിന് ഇങ്ങനെ മഞ്ഞയാണെന്നും പറയാൻ പറ്റില്ല, ഒരു പ്രത്യേക ഭംഗിയാണതിന്. ആ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു റെഡ് പാച്ച് കാണാം. പിന്നെ അതിൻ്റെ ആ പിസ്റ്റിൽ നോക്കുമ്പോൾ അതും വളരെ ഭംഗിയാണ്. ആ പിസ്റ്റിലിൻ്റെ എൻഡിൽ, അതായത് അതിൻ്റെ സ്റ്റിഗ്മ വളരെ ഭംഗിയാണ് കാണാൻ. ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് തന്നെ അതിനും വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി. എനിക്കിത് ആദ്യമായിട്ടാണ് ഈ വെറൈറ്റി പൂത്തത്. അപ്പോൾ വളരെ സന്തോഷം തോന്നി ഇത്രയും മനോഹരമായ ഈ ഫ്ലവർ കണ്ടപ്പോൾ. ഹിബിസ്കസിലൊക്കെ തന്നെ എത്ര വെറൈറ്റീസാണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് കളക്ട് ചെയ്താലും തീരില്ല, അത്രയേറെ വെറൈറ്റി ഹൈബ്രിഡ് വെറൈറ്റീസൊക്കെ ഇപ്പോൾ ഹിബിസ്കസിലുണ്ട്. അപ്പോൾ ഹിബിസ്കസ് ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വലിയ ഫ്ലവറുകളായതുകൊണ്ട് തന്നെ അതിൻ്റെ പല കളറുകളൊക്കെ ഒരുമിച്ച് വിരിഞ്ഞ് നിൽക്കുമ്പോൾ ഭംഗിയായിട്ട് തോന്നും. വളരെ ഭംഗിയായിട്ട് ആ ഗാർഡൻ നമുക്ക് അനുഭവപ്പെടും. അത്ര മനോഹരമായ വെറൈറ്റിയാണിത്. നെക്സ്റ്റ് ഒരു വൈറ്റ് കളർ വെറൈറ്റിയാണ്. നല്ല ഭംഗിയല്ലേ വൈറ്റ് കാണാനായിട്ട്. ആ വെള്ളയിൽ ആ പിസ്റ്റിൽ നോക്കൂ. ആ പിസ്റ്റിലിൻ്റെ ആ സ്റ്റിഗ്മയും അതിൻ്റെ ആ പൂമ്പൊടിയൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് എടുത്തറിയാൻ പറ്റും. അത്രയേറെ നല്ലൊരു ഭംഗിയുള്ള വെള്ള വെറൈറ്റി. 15ാമത്തെ വെറൈറ്റി ഹിബിസ്കസ് നോക്കൂ, എത്ര ഭംഗിയാണല്ലേ അതിനെ കാണാനായിട്ട്. ഒരു ഓഫ് വൈറ്റ് കളറാണ്, സെൻറ്ററിൽ റെഡ് പാച്ചും പിസ്റ്റിലും കൂടെ വന്നപ്പോൾ ഒരു വല്ലാത്ത ഭംഗി തന്നെയാണ് ആ ഫ്ലവറിന്. ഓരോ പൂക്കളും അതിമനോഹരങ്ങളാണ്. നമുക്കൊന്നും അത് നല്ലത് ഇത് നല്ലതെന്ന് പറയാൻ പറ്റില്ല. എല്ലാ പൂക്കൾക്കും ഈ കണ്ട നമ്മൾ ഈ 15 വെറൈറ്റി ഫ്ലവേഴ്സിനും അതിൻ്റേതായ ഭംഗികളുണ്ട്. അതെല്ലാം കൂടി ഒരുമിച്ച് ഫ്ലവർ ചെയ്ത് നിൽക്കുമ്പോഴുള്ള അവസ്ഥ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ എത്ര മനോഹരമാണല്ലേ. അപ്പോൾ ഈ 15 വെറൈറ്റി ഹിബിസ്കസ് അല്ലാതെ ഇനിയും കുറച്ച് വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട്. അതൊന്നും ഫ്ലവർ ചെയ്തിട്ടില്ല. അത് ഫ്ലവർ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഡീറ്റെയിൽസ് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ 15 വെറൈറ്റികളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഹിബിസ്കസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നവർക്കൊക്കെ ഒരു റെഫറൻസ് ആയിട്ട് ഈ വീഡിയോ നമുക്ക് ഉപയോഗിക്കാം. കുട്ടികൾക്ക് പോലും പഠിക്കുന്നവർക്ക് പോലും നമുക്ക് വേണമെങ്കിൽ ഇതൊരു റെഫറൻസ് വീഡിയോ ആയിട്ട് യൂസ് ചെയ്യാം. കാരണം അതിൻ്റെ ഡിഫറൻസ് നമുക്ക് വിഷ്വലി മനസ്സിലാക്കുന്നതിന് ഈ വീഡിയോസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയുള്ളവർക്കായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങൾക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്കും റെഫർ ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ ഡിഫറൻസൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റ് ചെയ്താൽ മതി. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഡിസ്കസ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ.